വെക്കേഷൻ മാത്രം മുന്നിൽ കണ്ട് നെട്ടോട്ടം ഓടുമ്പോൾ കലാലയ സ്വപ്നങ്ങൾ തകർന്നടിയുകയാണ്. ഇവിടെയാണ് കാർഷിക കോളേജിന്റെ പ്രസക്തി. ആഗോളതലത്തിൽ നേട്ടങ്ങൾ കൊയ്യുന്ന കാർഷിക പരിവേഷണങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത് നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികളാണെന്നത് ഈ അവസരത്തിൽ അഭിമാനപൂർവ്വം സ്മരിക്കുകയാണ്. സസ്യസങ്കലനത്തിലൂടെ കാർഷിക ലോകത്തിന് സമാനതകളില്ലാത്ത സമവാക്യങ്ങൾ സമർപ്പിച്ച സമർത്ഥരായ വിദ്യാർത്ഥികൾ കടന്നുപോയ ഈ ഹരിതാപമായ കലാശാലയിലേക്ക് പുതുമുഖങ്ങൾക്ക് സ്വാഗതം. സോറി, ഇവളിത് ചളോ ആക്കും. നടക്കില്ല മോളെ. നിങ്ങൾ കണ്ടോ ഈ നികിത ചരണെ സ്റ്റേജിൽ കയറി മണി പോലെ പ്രസംഗിച്ച് പുതിയ ബാച്ചിന്റെ ക്ലാപ്സും വാങ്ങി ചുളാതിറങ്ങിപ്പോരും. അത് നിന്റെ സ്വപ്നം. പക്ഷേ എല്ലാം കൊളാക്കി പുതിയ ബാച്ചിന് മുന്നിൽ ആ 3 ഇഡിയറ്റ് ഷൈൻ ചെയ്യും. ഇത്തവണ അവന്മാര് ഷൈൻ ചെയ്യില്ല. നിങ്ങളെ എന്റെ കൂടെ നിന്നാ മതി. അവന്മാർക്കിട്ടൊരു പണി കൊടുക്കാനുള്ള ഒരു പുതിയ ഐറ്റം ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. കയ്യിലും കാലിലും മസലും പെരുപ്പിച്ചോണ്ട് നടക്കുന്നവന്മാരെ കാണുന്നതേ എനിക്ക് വെറുപ്പാ. ആഞ്ജനേയ, കാത്തു രക്ഷിക്കണേ. അയ്യേ, വൃത്തികെട്ടവനെ. ഒരു കിടിലൻ സ്വപ്നത്തിന്റെ ക്ലൈമാക്സാ പട്ടാളപ്പുഴു. പട്ടി, നീ നശിപ്പിച്ചേ. താങ്ക് യു. എനിക്കിത് തന്നെ കിട്ടണം. ഞാൻ നേരിട്ട് കോളേജിലോട്ട് പോവാതെ എന്റെ സീനിയേഴ്സ് അല്ലേ എന്ന് കരുതി വിളിച്ചുണർത്താൻ വന്ന് എനിക്കിത് കിട്ടിയ പോരാ. പിന്നെ എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. നിങ്ങളുടെ ഈ പട്ടാളപ്പുഴു എന്നുള്ള വിളി ഒന്ന് നിർത്തണം. ഇപ്പൊ നിർത്താൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഈ PP എന്ന് വിളിച്ചോ. പട്ടാളപ്പുഴു, വെരി സിമ്പിൾ. അവൾ എന്റെ ഷർട്ട് വലിച്ചഴിക്കായിരുന്നു. ആഹാ, അപ്പൊ ഞാൻ തക്ക സമയത്ത് വന്നില്ലെങ്കിൽ അണ്ടർവെയർ കൊണ്ട് അവള് പോയേനെ. നീ പോടാ, ഒരു നല്ല സ്വപ്നം അവൻ നശിപ്പിച്ചേ. നിങ്ങൾ ഇവിടെ സ്വപ്നം കണ്ട് കിടന്നോ? പുതിയ ബാച്ച് വരുന്ന ദിവസാ. നോക്ക്, ഇപ്പൊ തന്നെ സമയത്രേ. കർത്താവേ, മാറി നിക്കണം. എനിക്കായോ കുറ്റം? എല്ലാം പോകുന്ന തോന്നേ. ന്യൂ കമ്മീഷന്റെ മുന്നിൽ ഓപ്പണിംഗ് ഡേ തന്നെ അവൾമാർക്കിട്ട് പണി കൊടുത്തില്ലെങ്കിൽ അവളുമാര് നമുക്കിട്ട് പണിയും. അതുകൊണ്ട് പട്ടാളപ്പുഴു, സോറി PP. ഐ ആം വെരി വെരി ഹാപ്പി. നീ ചെന്ന് നമ്മുടെ അമൂൽ ബോയ് എവിടെയാ നോക്ക്. അമൂൽ ബോയ് അമ്മലടാ. മറക്കട്ടെ. കണ്ട കണ്ട കണ്ട, മസിലൊക്കെ സ്പെഷ്യലാ. റൈറ്റ്, ലെഫ്റ്റ്. പറ്റുമോ? നിങ്ങളെ കൊണ്ട് ഇതിന് പറ്റുമോ? ടാക്ക് ടാക്ക് ലോക്ക്. താൻ ഇത് ആരെ കാണിക്കാനാ ഈ മസിൽ ഉരുട്ടി കാണിക്കുന്നേ? ഞാൻ ഇതൊക്കെ കൊറേ കണ്ടതാ. സൽമാൻ ഖാനാ വിചാരം. മക്കളെ, നിങ്ങൾ ഇങ്ങോട്ട് പോരെ. നേരം എടുത്ത് തുടങ്ങും. ഇവിടെ ക്ലാസ്സും തുടങ്ങിയോ? അപ്പൊ ഇതാണല്ലോ പരിപാടി. നമുക്ക് കാണാത്തവരെ കാണിക്കാം. ഏയ് ബബ്ലു, നീ എവിടെ എത്തി? സോറിടാ, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചേ പോകാവുന്ന പപ്പയ്ക്കും അമ്മയ്ക്കും ഒരേ നിർബന്ധം. മതി മതി, പപ്പയും മമ്മിയും വെൽക്കം സ്പീച്ചിന് മുമ്പ് അവിടെ എത്തണം. എത്തിയാ മാത്രം പോരാ. പിന്നെ തോന്നുന്നു കേരള വണ്ടിയില് എല്ലാം കുളമാവും.